വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എൻ്റെ പേര് അജിത. ഞാൻ ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റിലെ ഒരു അംഗമാണ്. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊള്ളിയ ഭാഗം കയ്യോ കാലോ പൊള്ളിയ ഒരു ഭാഗം നമ്മൾ ഉടൻ തന്നെ പൈപ്പ് വെള്ളത്തിൽ കാണിക്കുക. തണുത്ത വെള്ളത്തിൽ, അതായത് യാതൊരു കാരണവശാലും ഐസ് വെള്ളം ഉപയോഗിക്കരുത്. തണുത്ത പൈപ്പ് വെള്ളത്തിൽ, നോർമൽ വെള്ളത്തിൽ നമ്മൾ കൈകൾ അതിൻ്റെ ചൂട് ശമിക്കുന്നത് വരെ, പൊള്ളിയ ചൂട് ശമിക്കുന്നത് വരെ തണുത്ത വെള്ളത്തിൽ 10 മുതൽ 20 മിനിറ്റ് വരെ മുക്കി പിടിക്കുകയോ ഒഴുകുന്ന വെള്ളത്തിന് താഴെ കൈകൾ കാണിച്ച് നിൽക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൈകൾ പെട്ടെന്ന് കുമ്പളയ്ക്കാതിരിക്കുന്നതിന് സഹായിക്കുന്നു. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റ് ആഭരണങ്ങളോ മറ്റു കൈകളിലോ ഉണ്ടെങ്കിൽ അത് ഉടനെ ഊരി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തണുത്തതിന് ശേഷം നമുക്ക് കറ്റാർവാഴ ജെല്ലോ പെട്രോളിയം ജെല്ലോ പോലുള്ളവ നേരിയ തോതിൽ പൊട്ടി കേൾക്കുന്നത് വളരെ ആശ്വാസം നൽകുന്നതാണ്. വലിയ പൊള്ളലോ ആഴത്തിലുള്ളതോ ആണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. പഴുപ്പോ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അണുബാധയുടെ സാധ്യത കൂടുതൽ കാണിക്കുന്നു. അപ്പോൾ ഇവ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്. അവൾ പൊള്ളിയ ഭാഗത്ത് വസ്ത്രം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തനിയെ നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. അത് ഡോക്ടർ സഹായത്തോടെ മാത്രം നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഭാഗത്ത് നമ്മൾ ടൂത്ത് പേസ്റ്റ്, തേൻ, നെയ്യ്, എണ്ണകൾ എന്നിവ യാതൊരു കാരണവശാലും പുരട്ടരുത്. ഇത് അണുബാധിത ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുമിളകൾ വന്നാൽ പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികൾക്ക് അണുബാധയുടെ സാധ്യത വളരെ കൂടുതലാണ്. ഇവർ ഉടൻ തന്നെ ഡോക്ടറുടെ വിദഗ്ധ ഉപദേശം തേടേണ്ടതാണ്. പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം പറ്റുമെങ്കിൽ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മറ്റ് വേദനകൾ ശമിക്കുന്നതിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പെയിൻ കില്ലറുകളോ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.